നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് വൈകിട്ട് നടക്കും. രാഷ്ട്രപതി ഭവനിൽ 7:15 ചടങ്ങ്. നരേന്ദ്രമോദിക്കൊപ്പം 30ഓളം മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് 45 മിനിറ്റ് മാത്രമാകും ഉണ്ടാവുക. 7:15 ആരംഭിച്ച 8 മണിക്ക് അവസാനിക്കും. ആഭ്യന്തര, പ്രതിരോധം, ധനം, വിദേശകാര്യം എന്നീ നിർണായക വകുപ്പുകൾ BJP മന്ത്രിമാർ കൈകാര്യം ചെയ്യും. നിർണായക മന്ത്രിസ്ഥാനങ്ങൾക്കൊപ്പം സ്പീക്കർ പദവി BJP തന്നെ കൈകാര്യം ചെയ്തേക്കും. മന്ത്രിമാരുടെയും അംഗബലം 78-നും 81-നും ഇടയിലായിരിക്കുമെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കുകയും നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതി ഭവന് ചുറ്റുമുള്ള റോഡുകളിൽ ഉൾപ്പെടെ ഗതാഗത നിയന്ത്രണങ്ങളുണ്ടാകും. 10 വർഷത്തിനിടെ ഇതാദ്യമായാണ് BJPക്ക് ഭൂരിപക്ഷം കുറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം മന്ത്രിസഭാ ഘടനയിലും പ്രതിഫലിക്കും. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും ഒന്നിലധികം മന്ത്രിസ്ഥാനങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. തൃശൂരിലൂടെ കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച സുരേഷ് ഗോപി മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ആകാംക്ഷ തുടരുകയാണ്. ചന്ദ്രബാബു നായിഡു നയിക്കുന്ന DDPക്ക് 4-ഉം JDUവിന് 2 മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചേക്കും. ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീന്ദ് കുമാർ ജുഗ്നൌത്ത്, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ പ്രചണ്ഡ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, ഡീഷെൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് എന്നിവരുൾപ്പെടെ നിരവധി വിദേശ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.